ചെയ്തത് 7 വർഷം. നല്ല കേളി ഹെയർ ആയിരുന്നു അല്ലേ? ഭയങ്കര കേളി ഹെയർ ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ചെയ്തത്, നാനോപ്ലാസ്റ്റി ചെയ്തേ? അത് കഴിഞ്ഞൊരു 8 വർഷം സ്മൂത്തനിങ് ചെയ്ത് 8 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷമാണോ മാമിന് ഹെയർ ഫോളും പ്രശ്നങ്ങളും വന്നത്? അത് കാരണം സ്മൂത്തനിങ് ഒരു 100% കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് വരുന്ന ഹെയറിൽ റൂട്ടിൻ്റെ അവിടെ നല്ല ടച്ച് ഇത് ഇടുന്നത്. ആ സമയത്ത് നമ്മുടെ റൂട്ട് ഡാമേജ് ആയിട്ടാണ് ഹെയർ പൊഴിഞ്ഞു പോകും. ശരിക്കും അത് പൊഴിഞ്ഞു പോകുന്നതല്ല, പൊട്ടിപ്പോകുന്ന അവസ്ഥയായിരിക്കും കേട്ടോ. അല്ലാതെ ഉള്ളിൽ നിന്ന് ഉള്ള പ്രശ്നം മൊത്തം റൂട്ടോട് കൂടി ഹെയർ പോകുന്നതാണെങ്കിൽ എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഹെയർ ഫോൾ വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഹെയർ ഫോൾ വരത്തില്ല. അപ്പോൾ ഡാമേജ് ആണെങ്കിലും ഹെയർ ഫോൾ ഉണ്ടാവും. അതിനുശേഷം മാം നാനോപ്ലാസ്റ്റി ചെയ്തിരുന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഹെയർ നന്നായിട്ട് കിടന്നോ? എത്ര മാസം കിടന്നോ നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ? ആണ്. ഓക്കെ, ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. പക്ഷേ ഇത് ഈ മുടിക്ക്, കാരണം മാമിന് ഒരു സ്ട്രെയിറ്റ് ലുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മുടി വളരണം എന്നുള്ളവർക്ക് മാത്രം ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലാത്തവരാരും ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട. കാരണം ഇപ്പോൾ ബോട്ടോക്സ് ചെയ്തിട്ട് പലരും ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറയുന്നു. ബോട്ടോക്സ് ശരിക്കും എങ്ങനെയായാലും ആ ഒരു റിസൾട്ട് ഒരു 4 to 5 months എന്തായാലും അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാഷ് കഴിയുമ്പോൾ തന്നെ ഹെയർ വേവി ടെക്സ്ചറിലേക്ക് മാറും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചെയ്യുന്ന എല്ലാ പേർക്കും മനസ്സിലാവും അത് ബോട്ടോക്സ് ആണ് നിങ്ങൾ ചെയ്തത്, അല്ലാതെ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് അല്ല എന്ന്. കാരണം ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ നിൽക്കത്തില്ല. 3 മാസം ആകുമ്പോൾ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്ത മുടി വെർജിൻ ഹെയർ ആണെങ്കിൽ ആ മുടി പഴയ ടെക്സ്ചറിലേക്ക് വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളെ ആർക്കും അധികം നാളൊന്നും ആർക്കും കബളിപ്പിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പറയുന്നു. ഇന്ന് എനിക്ക് രാവിലെ ബഹ്റിൻ ഒരു മാഡം വിളിച്ചിരുന്നു, നിങ്ങൾക്ക് ചെയ്യേണ്ടത് അങ്ങ് ചെയ്താൽ പോരെ, ഞങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങൾ ഇവിടെ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞ് പ്രോഡക്റ്റിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇന്ത്യയിൽ 2 സലൂണിലുണ്ടെന്ന് പറഞ്ഞത്? കാരണം ആ പ്രോഡക്റ്റ് ശരിക്കും ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഡയറക്റ്റ് അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ആ മെറ്റീരിയലിൽ ഞങ്ങൾ ഹെയർ ഗ്രോത്തിനുള്ള ഇത് ആഡ് ഓൺ ചെയ്തിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് ഞങ്ങളത് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഡയറക്റ്റ് ഇട്ടിട്ടല്ല ആ ഒരു ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ പറഞ്ഞത് വേറെ സലൂണുകളിൽ ഇതില്ല എന്നുള്ളത്. കാരണം അത് ആഡ് ചെയ്യാൻ പറഞ്ഞു തന്ന ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പുള്ളിക്കാരൻ മരിച്ചുപോയി. അതുകൊണ്ട് നമുക്ക് അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു താടി വെച്ച ചേട്ടൻ കുറേ നാളുകളായി ഇപ്പോൾ എന്നെ അങ്ങ് ഇതാക്കുകയാണ്, ഡയറക്റ്റ് അങ്ങ് പറയുകയാണ് പുള്ളിക്കാരൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ആർക്കും മുടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൊഴിഞ്ഞു പോയ മുടി വളരും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് മുടി ഉണ്ടാക്കി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റോ ഇതിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളും അല്ല ഞാൻ. കഷണ്ടിക്ക് മുടി വളർത്തി കൊടുക്കാമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആ ചേട്ടൻ പല വീഡിയോകളിലായിട്ട് ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഒരുപാട് കസ്റ്റമർ എനിക്കത് അയച്ചു തരുന്നുണ്ട്, മാഡം എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന്. ഇപ്പോൾ ഇത്രയും വീഡിയോസ് അവർ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പ്രതികരിച്ചിട്ട് ഞാനിത് പറയുന്നത്. ബോട്ടോക്സ് ചെയ്തിട്ട് എത്ര നാൾ കസ്റ്റമറെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും? കാരണം ഒറിജിനൽ നമുക്ക് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ആ മുടി വളരത്തുള്ളൂ. അല്ലാതെ മുടി വളർന്നവരൊക്കെ അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ബോട്ടോക്സ് ചെയ്തിട്ടാണോ മുടി വളരുന്നത്? നോർമലി എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ മുടി വളരും. പക്ഷേ പൊഴിഞ്ഞു പോയ ഹെയർ വളരുകയാണെങ്കിൽ അത് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതൊരു നെയിം മാത്രമാണ് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ്. അതും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കൺഫ്യൂഷൻ ആയി പോകുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത്. ഇതിപ്പോൾ നമ്മൾ നാനോപ്ലാസ്റ്റിയെ വെച്ചിട്ട് മാമിന് ഒരു അടിയിൽ ഒരു നമ്മുടെ ഇതുകൊണ്ടല്ലോ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ടെക്നിക്കിൽ നമ്മളിത് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കൂടെ കാണാം. ഓക്കെ.